Oh, yes. Swear I won't forget this. Why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up, I'm breathless. Anxiety's infectious. I feel so defenseless, betrayed and embarrassed. I hate being open. I hate being broken. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വി ഡയറി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തോടാട്ടോ. ഇപ്പം വെള്ളമൊക്കെ തീരെ കുറവാണ്. എന്നാലും കുറുവയുടെ ആക്ടിവിറ്റി ഒക്കെ എനിക്ക് കാണാനുണ്ട്. കുറുവയുടെ സാധാരണ നമ്മുടെ പരലിൻ്റെയൊക്കെ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പ് വാട്ടറിൽ കുറുവ പിടിക്കാനൊക്കെ. കാര്യം പറഞ്ഞാൽ ആ ഒരു സ്ട്രൈക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കുറുവയുടെ നല്ലൊരു സൗണ്ടോടുകൂടി ഫ്ലപ്പ് എന്ന് പറഞ്ഞ് മേളിൽ വന്ന ആ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാനാണെങ്കിലും. ഇപ്പോൾ ടോപ്പ് വാട്ടറിൽ കുറുവ പിടിക്കാൻ വന്നിട്ട് ഒരുപാട് നാളായില്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ടോപ്പ് വാട്ടർ തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ പൊളിച്ചു. സ്ട്രൈക്ക് കിട്ടും എന്തായാലും നമുക്കിന്ന് മീൻ കിട്ടും. കാര്യം പറഞ്ഞാൽ ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. പിന്നെ വാട്ടർ കണ്ടീഷനും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതുണ്ടോ വെള്ളം തീരെ കുറവാണ്. ഇപ്പോൾ മേളിലാണെങ്കിലും ആ ഒരു തട്ടിയിൽ നിന്ന് തന്നെ താഴത്തേക്ക് നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് അവിടെയൊക്കെ ഇപ്പോൾ ചെളിയൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് കുറവാണ് വെള്ളം. പിന്നെ ഇവിടെയൊക്കെ നേരത്തെയൊക്കെ അത്യാവശ്യം ചെറുമീനും വരാലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ ടോപ്പ് വാട്ടർ ഇടുവാണെങ്കിൽ ഒരുപക്ഷെ അവന്മാരുണ്ടെങ്കിൽ കയറി സ്ട്രൈക്ക് ചെയ്യും. ചെറിയ ലൂറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് അവന്മാർക്ക് പെട്ടെന്ന് കയറി അടിക്കും. അങ്ങനെ നോക്കി നിൽക്കാനൊന്നും നിൽക്കില്ല, വെയിറ്റ് ചെയ്തില്ല, കാണുമ്പോൾ തന്നെ കയറി അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല പറഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നല്ല പ്രതീക്ഷ ഞാൻ കളയാനുള്ള. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ അൾട്രാ ലൈറ്റ് ടോപ്പ് വാട്ടർ ലൂറ്. 3 സെൻറ്റിമീറ്റർ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരുപാട് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂറാണ്. ഇതിൻ്റെ പെയിൻ്റൊക്കെ ഏറെക്കുറെ പോയിട്ടുണ്ട്. അത്രത്തോളം മീൻ പിടിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ ഈ ലൂറാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. Thoughts are feeling endless. Sitting up, I'm breathless. Anxiety's infectious. I feel so defenseless, betrayed and embarrassed. I hate being open. I hate being broken. I feel like an ocean filled up with emotion. Anger and emotion, rub it on like lotion. ഗായ്സ്, ഒരു ബ്രാല്. കുഞ്ഞു വരാലടിച്ചിട്ടുണ്ട്. എന്താ ഗായ്സ്, അപ്പോൾ നമുക്കൊരു ബ്രാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ അൾട്രാലൈറ്റ് ടോപ്പിൽ നമ്മൾ കുറുവയ്ക്ക് എറിഞ്ഞത് വരാലിന് കൊണ്ടു. അവിടെ അത്യാവശ്യം കുറുവ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് എറിഞ്ഞ കേട്ടോ. ഇതുണ്ടോ, ഇവന് നമുക്ക് വളർത്താൻ കൊണ്ടോ കേട്ടോ. നമുക്ക് ഒന്നുകൂടി കാസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ എനിക്ക് ഇവൻ്റെ വലിയ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഒക്കെ അവിടെ നിൽപ്പുണ്ടാവും, നോക്കാം. വരാലിനെ കൊണ്ടുപോകുമ്പോൾ പൊന്നുപോലെ കൊണ്ടുപോകണം. ഗായ്സ്, നമ്മളപ്പോൾ വരാലിനെ പിടിച്ച് പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് എയറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുള്ളി എക്യുപ്പിഡായിട്ട് എപ്പോഴും ഇറങ്ങാറ്. ഇനി എന്തെങ്കിലും വരാലോ കുറുവയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ കൊണ്ടുപോയി ടാങ്കിലിടും, അല്ലെങ്കിൽ താഴെ കുളമുണ്ട് കുളത്തിലിടും. ഇപ്പോൾ തീരെ ഹർട്ടായ മീനുകളാണെങ്കിൽ നമുക്ക് വാഗയുണ്ട്, വാഗയ്ക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ ചെല്ലണം നോക്കി വാഗ അവിടെ നിൽക്കും. വെറുങ്കായോടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല, അറിയാലോ. നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം, വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ. ഓ, നൈസ് ബൈറ്റ് ആയിരുന്നു കേട്ടോ.
യെസ്, ഒരു കുഞ്ഞൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. പൂവാലിയാണ്. പിന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിട്ടാങ്കിലിടാം. ഓ യെസ് യെസ് യെസ്, നല്ല അടിപൊളി ഓർമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, കുറുവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനാണ് കുറുവ. വലിപ്പം കണ്ട, നല്ല ഉക്കിറിനടിയായിരുന്നു കേട്ടോ. ഗായ്സ്, അടിപൊളി ഒരു കുറുവ അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ സ്ട്രൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ, ഇതാ നല്ല കിട്ടില്ല സ്ട്രൈക്കായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ഫൈറ്റും നല്ല സ്ട്രൈക്കും. നമുക്ക് കൂടുതൽ ലൂസാക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. താഴെ കംപ്ലീറ്റ് പായല, ഇടയ്ക്ക് കയറി ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടൂലെന്ന് ഉറപ്പാണ്. നമുക്ക് കൊണ്ടുപോയി ടാങ്കിലിടാം അല്ലേ. അപ്പോൾ ഇവനെ നമുക്ക് നമ്മുടെ ടാങ്കിലിടാം. ഓ അടിപൊളി പറഞ്ഞു കേട്ടോ. യെസ്, കിട്ടില്ല ഒരു കുറുവ. നമ്മൾ ആദ്യം കിട്ടിയതിനേക്കാളും വലുതാ കേട്ടോ. കണ്ടോ, കണ്ടോ, കിട്ടില്ല കുറുവ. എടുക്കണ്ട, ടാങ്കിലിട്ടോളാം, നിന്നെ തിരിച്ചു വിടത്തില്ല. വലിപ്പം കണ്ടോ അവൻ്റെ. ഗായ്സ്, അടുത്ത കുറുവ വരെയുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കിണ്ണം കാച്ചി കുറുവ. കിണ്ണം കാച്ചി എന്നൊക്കെ പറഞ്ഞ് നിന്നെ പുകഴ്ത്തിയിട്ട് നീ ഇങ്ങനെ പോവല്ലേ, ശരിയാണോ അത്? കണ്ടോ. അപ്പോൾ ഇവനെയും കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടി ടാങ്കിലിടാം. ശിവന്മാർ അടിക്കുന്നതിൽ മിക്കതും മിസ്സായിപ്പോവും. കാര്യം എന്താ പറയുക, നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് വേണം കുറുവയ്ക്ക് ടോപ്പ് വാട്ടറിൽ റിട്രീവ് ചെയ്യാൻ. കളക്ഷൻ. അങ്ങനെ അടുത്തവരെ പൊക്കിയിരിക്കുന്നു നമ്മൾ. ഇനി കാണാം ആ ഒരു ഏരിയയിൽ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടാവും. നമുക്ക് നോക്കാം കേട്ടോ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്തിനാണ് ഓഫീസിൽ പോകണം, എല്ലാം ഷടപടയെന്നായിരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓ എൻ്റെ പൊന്നളിയാ, കിട്ടുന്നടി. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമെന്ന് ഉറപ്പില്ല കേട്ടോ. ആ സൗണ്ട് കേട്ടോ നിങ്ങൾ? ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതാ സ്ട്രൈക്ക്. കുറുവയുടെ അടി കാണുവാണെങ്കിൽ ടോപ്പ് വാട്ടറിൽ കാണണം. നമ്മളത് ഏറ്റവും കൂടുതൽ ടോപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നത്.
ഗൈസ് നമുക്കൊരു പൂവാലി കിട്ടിയിട്ടുണ്ട്. നല്ല ഉഗ്രൻ അടിയായിരുന്നു കേട്ടോ. ആ ഒരു സ്ട്രീമിൽ കറക്റ്റ് ആ ഒഴുക്കിൽ കയറി അടിച്ചപ്പോഴേ നല്ല ഉഗ്രം ഫീലായിരുന്നു കേട്ടോ. ഓ യെസ് യെസ്, 3 സ്ട്രൈക്ക് കേട്ടോ. ഓ നൈസ്. ഓ കുറുവ കേട്ടോ, തോന്നി ഞാൻ അടി കണ്ടപ്പോൾ. നല്ല വലിപ്പമുള്ള കുറുവ, നല്ല ഊക്കപ്പ. ഓക്കെ, കാര്യം നമ്മൾ വീടെത്തിണ്ട്. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റാം തൽക്കാലത്തേക്ക്. അപ്പോൾ ബാക്കി നമ്മൾ ലൈവ് ഫിഷിന് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു കളക്ഷൻ ഉണ്ട്. നാടൻ മീനെ കംപ്ലീറ്റ് ടാങ്കിലിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം എല്ലാ നാടൻ മീനുകളും അക്വേറിയത്തിൽ കിടപ്പുണ്ട്. ഒരു 4-5 അക്വേറിയം ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. കുറുവ, വെള്ളത്തിൽ, വരാൽ, ചെറുമീൻ, വാകാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട്. നാളെ വരുന്നുണ്ട് കണ്ടോ. ഇതാണ് നാടൻ മീൻ മാത്രം വളർത്തുന്നൊരു വ്യക്തി, മിസ്റ്റർ വിനോദ് ബ്രോ. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ല ഫ്രഷ് വാട്ടർ ഒഴിക്കാം. ഇപ്പോൾ കുറേ ആയി, ഇപ്പോൾ വെള്ളമൊക്കെ ചൂട് പിടിച്ച് കിടക്കുമായിരുന്നു നമ്മൾ ആ ഓപ്പൺ പ്ലേസിലൊക്കെ വെച്ചിട്ട്. പിന്നെ മാത്രമല്ല ഓക്സിജൻ കണ്ടൻറ്റും കുറവ്. ഇവിടെ നിന്നൊരു 45 മിനിറ്റ്സ് ട്രാവൽ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് കൊടുത്തുവിടാം. അപ്പോൾ ഗായ്സ് നമ്മളെ ഇന്നത്തെ ഫിഷിങ് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 3-4 കുറുവ കിട്ടിയിട്ടുണ്ട്, 1-2 പൂവാലിപ്പറൽ കിട്ടിയിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു വരാല് കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. നല്ല അടിപൊളി ഫൈറ്റാണ്. നമുക്ക് ഫൈറ്റ് കംപ്ലീറ്റ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല വിനോ ബ്രോ. കംപ്ലീറ്റ് പായലായതുകൊണ്ടേ നമുക്ക് കൂടുതൽ അങ്ങോട്ട് ലൂസാക്കി വിടാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ചെയ്ത് പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ അതിൻ്റെ വായിൽ നിന്ന് കീറിപ്പോവും. ഹുക്ക് പറഞ്ഞു പോയിട്ട് അങ്ങനെ മിസ്സാവും. നമ്മൾ 1-2 മിസ്സായത് നമുക്കങ്ങനെ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതിലേക്കും ബൈ ബൈ, ടേക്ക് കെയർ.